ഇന്ന് നമുക്ക് പനീർ വെച്ചിട്ടൊരു മസാലക്കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് ബട്ടർ ഇടുകയാണ് പാനിലേക്ക്. എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ പനീർ ചെറിയ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തത് അതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഗ്രേവി തയ്യാറാക്കാനായിട്ട് നമുക്കൊരു വലിയ തക്കാളിയും പിന്നെ ഇഞ്ചി, പച്ചമുളക്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, അത് കുറച്ച് നേരം ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. അതുമാണ് ആവശ്യമായിട്ടുള്ളത്. അതെല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. വെള്ളം ചേർക്കാതെ തന്നെ നല്ലോണം ഒന്ന് അരച്ചെടുക്കുകയാണ്. പിന്നെ വീണ്ടും ഒരു പാനിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബേ ലീഫാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അതിലേക്ക് സവോള, നല്ല ചെറുതായിട്ട് അരിഞ്ഞ സവോളയും 2 പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കുകയാണ്. അതൊന്നായി വരുമ്പോൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച തക്കാളിയുടെ അരപ്പുണ്ടല്ലോ, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി യോജിപ്പിക്കുകയാണ്. അതൊന്നായി വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പനീറുണ്ടല്ലോ, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കുകയാണ്. അതൊന്ന് സെറ്റായി വരും. ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത് സെറ്റായി വന്നിട്ടുണ്ടാവും. എന്നിട്ട് അതിലേക്ക് ആ ചൂടോടക്കനെ തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും അതുപോലെ നമ്മുടെ കസ്തൂരി മേത്തി ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി എടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തിക്കും ബട്ടർ നാൻഡും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ